കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. അതിലേക്ക് വേറെ വിഷയമൊന്നുമില്ല. പോലീസിന്റെ ആസ്ഥാനമന്ത്രി പിള്ളേരെ കേന്ദ്രമാണ്. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേർന്നു. വിഷ്ണു, ഇപ്പോൾ എന്താണ് ഈ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് സംഭവിക്കുന്നത്? ആരകത്ത് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം? ലിബീഷ്, ഇപ്പോൾ ഈ സർവകലാശാല കോമ്പൗണ്ടിനുള്ളിലേക്ക് SFI പ്രവർത്തകരാണ് കയറാൻ ശ്രമിച്ചിരുന്നത്. SFI പ്രവർത്തകർ, ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായി വന്ന SFI പ്രവർത്തകരാണ് ഇതിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ അകത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരും പുറത്തു നിന്നും ഉള്ള പ്രവർത്തകരെ അകത്തേക്ക് കയറ്റാനുള്ള ശ്രമവും നടക്കുന്നത്. പോലീസുമായി വലിയൊരു ബലപ്രയോഗമാണ് നടക്കുന്നത്. ശക്തമായ ഒരു ബലപ്രയോഗം നടക്കുന്നുണ്ട്. ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. ഏകദേശം അകത്തുള്ള SFI പ്രവർത്തകർ പുറത്തേക്ക് നിൽക്കുന്ന പോലീസുകാരോട് കയർക്കുന്നു. അതേസമയം തന്നെ പുറത്തുള്ള പോലീസുകാർ അകത്തേക്ക് മറ്റു പ്രവർത്തകരെ കയറ്റി വിടാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ ശക്തമായാണ് തള്ളി കയറിയത്. ഏകദേശം പോലീസ് ഗേറ്റ് അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതായാലും പുറത്തു നിന്നുള്ളവർ കുറച്ചുപേര് തന്നെ അകത്തേക്ക് കയറാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഗേറ്റ് തള്ളിപ്പിടിക്കുന്ന സാഹചര്യം, അതിനെതിരായി ശക്തമായ ഒരു ബലപ്രയോഗമാണ് എന്ന് SFI പ്രവർത്തകർ ഇപ്പോൾ നടത്തി വരുന്നത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അകത്ത് ശാന്തമായി പ്രതിഷേധിക്കുമ്പോൾ തന്നെ പുറത്ത് നിന്ന് വരുന്നവരെ അകത്തേക്ക് കയറ്റാനുള്ള ഒരു സാധ്യത, സംഘർഷ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾ അകത്തേക്ക് ഏറെക്കുറെ കയറി കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ലബീഷ്, അതായത് പുറത്തുനിന്ന്, അതായത് ഈ സർവകലാശാല സെനറ്റ് അംഗങ്ങളും സർവകലാശാലയുടെ ഭാഗമൊന്നും അല്ലാത്ത SFI നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് അകത്ത് കയറണമെന്നുള്ള ആവശ്യമാണ് ഈ സംഘർഷത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും SFI പ്രവർത്തകർ പുറത്തു നിന്നുള്ളവരെ അകത്തേക്ക് കയറ്റണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. അവർ SFI പ്രവർത്തകർ ഇവിടേക്ക് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് തടഞ്ഞത് ഗേറ്റിന് മുന്നിൽ വെച്ച്. അതിനുശേഷം ഇവർ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു. പോലീസുകാരുമായി ഉള്ള ഒരു ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. അകത്തുണ്ടായിരുന്ന പ്രതിഷേധക്കാരും
പുറത്തേക്ക് വന്ന് ഇവരെ കയറ്റാനുള്ള ശ്രമം നടത്തിയതാണ് ശരിക്കും ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത്. ഏതായാലും നിലവിൽ ഈ വിഷയം ഗേറ്റ് പൂട്ടി, പോലീസ് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഏതായാലും പുറത്തുനിന്നുണ്ടായിരുന്ന കുറെ പേർ അകത്തേക്ക് കയറിയതായും ലഭിക്കുന്ന വിവരം. സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഒരു വലിയ നിര അകത്തേക്ക് എന്തായാലും കയറി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ലിബീഷ്, അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ പുറത്തു നിന്നുള്ളവർ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പേർ പ്രതിഷേധത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ VC-ക്കെതിരായി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് VC എടുക്കുന്ന നടപടികൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം തുടരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് എന്ന് വേണം പറയാൻ. ഈ ABVP പ്രവർത്തകർ സംഘടിച്ചിട്ടുണ്ട്. ഈ സെനറ്റ് ഉള്ള ABVP പ്രവർത്തകർ ഇപ്പോൾ അവിടെ അകത്തുണ്ടോ? സെനറ്റിനുള്ളിലെ അംഗങ്ങളെല്ലാം തന്നെ അകത്തുണ്ട്. സെനറ്റിനുള്ളിലേക്കാണുള്ളത്. അവിടെയും ABVP പ്രവർത്തകർ കാര്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഏതായാലും ABVPക്ക് പിന്തുണ നൽകുന്ന രീതിയിലാണ് VC പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഇപ്പോൾ ആ ഒരു VC എടുത്ത നടപടികൾക്കെതിരായാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. VC കോടതി വിധിയെ ചൂണ്ടിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടത്താൻ സാധിക്കില്ല എന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഇടത് പാനലിലെ അംഗങ്ങൾ അടക്കമുള്ളവർ കാണിക്കുന്നത്. അത് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് കോടതി വിധി 15 പേരുടെ വോട്ട് മാറ്റി വെക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. മറ്റ് വോട്ടുകൾ 80-ലധികം വോട്ടുകൾ എണ്ണണമെന്നാണ് കോടതി വിധി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഏതായാലും വോട്ടെണ്ണൽ നടത്തണം, ആ ഒരു നടപടി തന്നെയാണ് വേണ്ടതെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായമായി തന്നെയാണ് ഇടതുപക്ഷ അനുകൂലികൾ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. ലഭിച്ചു. ശരി വിഷ്ണു, കണ്ടറിയണം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന് എന്ത് സംഭവിക്കുമെന്ന് വരും മണിക്കൂറുകൾ അറിയാം. വിഷ്ണുവിലേക്ക് തന്നെ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി പിന്നീട് തിരിച്ചെത്താം.